സയ്യിദ് മുസ്തക് അലി ട്രോഫി ടൂർണമെന്റിൽ കഴിഞ്ഞ ദിവസം കേരളത്തോട് ഏറ്റ പരാജയം മുംബൈ ടീമിന് വലിയ ആഘാതമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, വമ്പൻ വിജയക്കുതിപ്പ് തുറന്നുകൊണ്ടുവന്ന മുംബൈയെ ഈ ഒരു ടൂർണമെന്റിൽ പരാജയം അറിയാതിരുന്ന മുംബൈയെ പിടിച്ചു കെട്ടിയത് കേരളമായിരുന്നു. സഞ്ജുവും കൂട്ടരും 15 റൺസിന്റെ വിജയമായിരുന്നു മുംബൈക്കെതിരെ കഴിഞ്ഞ മത്സരത്തിൽ നേടിയത്. ഇപ്പോൾ ഇതാ ആ ഒരു പരാജയം മുംബൈയെ വളരെ ആഘാതത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഇതാ ടീമിൽ സുപ്രധാനമായ ഒരു മാറ്റം വരുത്താൻ മുംബൈ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ സൂപ്പർ താരവും ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനുമായ രോഹിത് ശർമ്മ മുംബൈ ടീമിന് വേണ്ടി സയ്യിദ് മുസ്തക് അലി ട്രോഫിയിൽ കളിക്കാൻ എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നിലവിലിപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഇന്ത്യൻ ടീമിന് വേണ്ടി താരം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഓപ്പണർ കൂടിയാണ് രോഹിത് ശർമ്മ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള 3 മത്സരങ്ങൾ അടങ്ങുന്ന ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വിശാഖപട്ടണത്ത് നടക്കുകയാണ്. ഈ ഒരു മത്സരത്തിന് ശേഷമായിട്ട് രോഹിത് ശർമ്മ സയ്യിദ് മുസ്തക് അലി ട്രോഫി ടൂർണമെൻറ്റിൽ കളിക്കാൻ മുംബൈ ടീമിനോടൊപ്പം ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്നുള്ള BCCIയുടെ സമ്മർദ്ദം നിലനിൽക്കുമ്പോഴാണ് രോഹിത് മുംബൈക്ക് വേണ്ടി താൻ കളിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനെ അറിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സുപ്രധാനമായ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയാണ്. എന്തായാലും സയ്യിദ് മുസ്തക് അലിയിൽ ഇനിയുള്ള മത്സരങ്ങളിൽ രോഹിത് മുംബൈക്ക് വേണ്ടി കളിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രിക്കറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.